ഇത് കണ്ടോ, ഇതുപോലെ നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് കുറുക്കണ സമയത്ത് നമുക്കതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 3/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബൗളിലേക്ക് മാറ്റി 1 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പൂവമ്പഴോ അങ്ങനെ ഏതെങ്കിലും ഒരു പഴം കുരു കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ജ്യൂസി രൂപത്തിൽ അടിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. 5-6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലപോലെ കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് വീണ്ടും നമുക്കത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് അതൊരു സ്മൂത്തി രൂപത്തിൽ അടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കത് ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു 5-6 മണിക്കൂർ വീണ്ടും ഫ്രീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രീമി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബായ്.